ആയിരങ്ങൾ ഇവിടെ ഇത്ര കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യയായി പോകുന്ന 1000-ൽ-1 കഥയാണ് നമ്മൾ പറഞ്ഞത്. റസാഖിന്റെ സങ്കടങ്ങൾ നമ്മളെ ചിരിപ്പിക്കും അദ്ദേഹം പറയുമ്പോൾ. അതാണ് റസാഖ്. നിത്യജീവിതത്തിൽ ഇത്രമാത്രം തമാശ പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെ മണി ഹോൾഡ് ചെയ്തത് ഈ സിനിമയിലാണ്. അത് അതിൻ്റെ റിലീസ് തടഞ്ഞു. അതിന് സ്റ്റേറ്റ് അവാർഡിന് പോലും അയക്കാൻ പറ്റാത്ത രീതിയിൽ മണിക്കൊക്കെ ഒരു അവാർഡ് കിട്ടാവുന്ന സ്കോപ്പുള്ളൊരു സിനിമയായിരുന്നു. അന്ന് ഉച്ചയായപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസയില്ല, ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല, ഞാൻ മാറുക എന്ന് പറഞ്ഞു. ഹാസ്യവും ഇമോഷണൽ രംഗങ്ങളും ഒക്കെയുള്ള മണിഭാവങ്ങൾ നിറഞ്ഞ ഒരു സിനിമയാണ് 1000-ൽ-1. സർ, എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിച്ചേർന്നത്? 1000-ൽ-1 സിനിമയുടെ ഒരു ബേസിക് സ്റ്റോറി എൻ്റെ അടുത്ത് റസാഖ് പറയുമ്പോൾ, ഒരാൾ കടക്കണിയിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ തകർന്നു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ബേസിക്. ഇത് കുറേയൊക്കെ ആത്മകഥാംശപരമായിട്ടുള്ള കാര്യങ്ങളാണ് റസാഖ് തന്നെ പറയാറുണ്ട്. കാരണം റസാഖ് ഒരു വലിയ ഒരു കുടുംബത്തെ പോറ്റി വന്ന ഒരു മൂത്ത ജ്യേഷ്ഠനാണ് ആ കുടുംബത്തിലെ. റസാഖിൻ്റെ ഫാദർ ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവറായിരുന്നു. അപ്പോൾ വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമുള്ള ഒരു കുടുംബത്തിലായിരുന്നില്ല. പക്ഷേ സഹോദരങ്ങളെല്ലാം അച്ഛൻ വളരെ നേരത്തെ മരിച്ചു പോവുകയും ആ കുടുംബത്തെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് റസാഖ് പോലെ അപ്പോൾ ഒരു ജോലിയിലേക്കോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നിലയിലേക്ക് എത്തിയില്ല. അച്ഛൻ മരിച്ച ജോലി ട്രാൻസ്പോർട്ടിൽ കിട്ടി. അവിടുത്തെ ട്രാൻസ്പോർട്ടിൽ ഓഫീസിലെ ഒരു ക്ലർക്കായിട്ടൊരു ജോലി കിട്ടി നിൽക്കുന്ന സമയത്താണ് റസാഖിന് അതിനു മുമ്പ് നാടകമെഴുത്തും കലാ ചിന്തകളും പുസ്തകം എഴുത്തും മാസിക പ്രസിദ്ധീകരണം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുടുംബത്തെ പറ്റാനുള്ള വരുമാനമൊന്നും ഇല്ലാതെ സ്ട്രഗിൾ ചെയ്തിരുന്ന ആളാണ്. റസാഖ് എപ്പോഴും പറയാറുണ്ട്, മാസാവസാനം ശമ്പളം കിട്ടുമ്പോൾ അവിടെ വെച്ച് തന്നെ അങ്ങ് തീർന്നു. കാരണം ആ മാസം കടം മേടിച്ചവർക്കൊക്കെ കൊടുത്തു തീർന്ന പിന്നൊന്നുമില്ല. 1-ാം തീയതി തന്നെ പോക്കറ്റ് കാര്യമാകുന്ന ഒരാളാണ്. പിന്നെ അടുത്ത മാസത്തേക്ക് ഇതുപോലെ കടം വാങ്ങുക. റസാഖ് തന്നെ പറയുന്ന അതിലുള്ള ജീവിതമാണ്. അത്രമാത്രം ഒരു സഹോദരങ്ങളെ എല്ലാം കൊണ്ട് വളർത്തിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പോഴാണ് സിനിമയിലേക്ക് കയറി ഒരു അവസരം കിട്ടുന്നു. ധ്വനി എന്ന് പറയുന്ന സിനിമയിൽ വരികയും, അപ്പോൾ ഞാൻ റസാഖിനെ പരിചയപ്പെട്ട കാലം തൊട്ട് റസാഖ് എൻ്റെ അടുത്ത് പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, അദ്ദേഹം കടന്നുപോയ ഈ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയൊക്കെ കഥകൾ പറയാറുണ്ട്. പക്ഷേ റസാഖ് അതൊക്കെ പറയുന്നത് വളരെ തമാശയായിട്ടാണ്. ഒട്ടും സങ്കടപ്പെട്ടോ കണ്ണു പറഞ്ഞല്ല പറയുന്നത്. റസാഖിനെ തന്നെ തമാശയായിട്ട് നമ്മൾ റസാഖിൻ്റെ സങ്കടങ്ങൾ നമ്മളെ ചിരിപ്പിക്കും അദ്ദേഹം പറയുമ്പോൾ. അതാണ് റസാഖ്. നിത്യജീവിതത്തിൽ ഇത്രമാത്രം തമാശ പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ റസാഖിൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞു, റസാഖ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വെച്ചൊരു കഥ എഴുതാമല്ലോ, നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഒരു വലിയ സിനിമയ്ക്കുള്ള കണ്ടന്റ് ഉണ്ട്. അത് അങ്ങനെ പലപ്പോഴും ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ റസാഖ് പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ സിവിച്ചൻ പറഞ്ഞ പോലെ നമുക്കൊരു കഥ ഉണ്ടാക്കാം, ഞാൻ തന്നെ ആയിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ പുള്ളി പറഞ്ഞു വന്നൊരു കഥയാണ് ഈ 1000-ൽ-1 ബേസിക് സ്റ്റോറി എന്ന് പറയുന്നത്. അത് ആദ്യം അദ്ദേഹം വേറൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടി, കിരീടം ഉണ്ണിക്ക് വേണ്ടിയിട്ടൊരു കഥയായിട്ട് വർക്ക് ചെയ്തെങ്കിൽ അത് വർക്കായില്ല, അത് സിനിമ ആയില്ല. അപ്പോൾ അതാണ് എനിക്കറിയാം. അപ്പോൾ എന്നോട് തോന്നുന്നു ഇങ്ങനെ ഉള്ള ഞാൻ എഴുതിയിട്ടുണ്ടോ എന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്കത് വായിക്കാൻ തന്നു. പിന്നെ ഞാനും റസാഖും കൂടി ഇരുന്ന് അതിന്മേൽ ഒരുപാട് തിരുത്തലുകളും മാറ്റങ്ങളും ഒക്കെ ഞാനും കൂടി ഇരുന്നൊരു കോൺട്രിബ്യൂഷനോ എൻ്റെയും കൂടെ ഭാഗത്ത് നിന്ന് കുറച്ച് കോൺട്രിബ്യൂഷനൊക്കെ കൂടെ ചെയ്തിട്ട് ആ കഥയൊന്നും കൂടെ ഒരു കുറച്ചുകൂടെ ഒന്ന് ഉടച്ച് വാർത്തിട്ട് ചെയ്തതാണ്. അപ്പം അതിനാദ്യം ഒരു നിർമ്മാതാവ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ റസാഖ് വഴി ഞാൻ പരിചയപ്പെടുന്ന ഒരാളാണ്. അയാൾ അഡ്വാൻസ് വന്നു, പടം ഒന്നും മൂവ് ചെയ്യുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്നു. എഴുത്തൊക്കെ കഴിഞ്ഞു. ഷൂട്ടിങ് തുടങ്ങുന്നതിൻ്റെ അന്ന് രാവിലെ ഈ മനുഷ്യൻ എൻ്റെ വീട്ടിൽ, ഞാൻ ചെന്നൈയിലാണ്, ഞാൻ അന്ന് വൈകുന്നേരത്തെ ട്രെയിനിന് ഷൂട്ടിങ്ങിന് പുറപ്പെടുകയാണ്. ലൊക്കേഷനൊക്കെ കണ്ടു കഴിഞ്ഞു. ഷൊർണൂരാണ് ലൊക്കേഷൻ. ഞാൻ അന്ന് വൈകുന്നേരത്തെ ട്രെയിന് മദ്രാസിൽ ഷൊർണൂരേക്ക് ഷൂട്ടിങ്ങിന് പുറപ്പെടുകയാണ്. അന്ന് ഉച്ചയായപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസയില്ല, ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല, ഞാൻ മാറുക എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ശൂന്യതയിലായിപ്പോയി. കാരണം എല്ലാവരും നാളെ വരും, ഷൂട്ടിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി, ഞാനിങ്ങനെ
ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോൾ അന്ന് സിയാദായിട്ട് ഞാനിങ്ങനെ സ്ഥിരമായിട്ട് സിനിമകൾ ചെയ്യുന്നതുകൊണ്ടും ഞങ്ങളെല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡേ ടു ഡേ ഫാമിലി വൈസ് ഒക്കെ അത്രയും എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാവുന്ന ആൾക്കാരാണല്ലോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു സിയാദ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, പ്രൊഡ്യൂസർ ബാക്ക് ഔട്ട് ചെയ്തു, ഞാൻ വൈകുന്നേരത്തേക്ക് ടിക്കറ്റ് എടുത്തും കഴിഞ്ഞു. അപ്പം എൻ്റെ എന്താ ഞാൻ സിയാദ് പറഞ്ഞു താൻ എന്തായാലും വണ്ടി കയറ്, ഞാൻ രാവിലെ അങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞു. സിയാദ് എറണാകുളത്ത്, ഞാൻ അവിടുന്ന്. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറുമ്പോൾ ശൂന്യതയാണ്. സിയാദിൻ്റെ ഒരു വാക്കിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ വരുമ്പോഴത്തേക്കും സിയാദ് പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തുന്നു. അവിടെ സിയാദ് എന്താ കഥയെന്ന് ചോദിച്ചു. അപ്പോൾ കഥ പറഞ്ഞു. റസാക്കും ഉണ്ട് അവിടെ. ബാക്കി എല്ലാവരും ഇതൊന്നും അറിയാതെ അവിടെ നിൽക്കുകയാണ്, മറ്റേ യൂണിറ്റിൽ ഇത് നടക്കില്ല എന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ സിയാദ് പറഞ്ഞു നമുക്ക് ചെയ്യാമോ. അത് അങ്ങനെ സിയാദിൻ്റെ ഒരു ധൈര്യത്തിലൊക്കെ തുടങ്ങുകയാണ്, എടുത്ത് ചാടുകയാണ്. അതായത് ഇത് ഒട്ടും പ്രിപ്പയർഡ് അല്ല സിയാദ്. ഒരു സിനിമ ചെയ്യാനായിട്ടൊന്നും അതിൻ്റെ ഒരു ഫണ്ടോ കാര്യങ്ങളെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, അത് കേട്ട് വരുന്നു, അതിലേക്ക് ചാടുകയാണ്. പിന്നീട് ആ സിനിമ അങ്ങ് മൂവ് ചെയ്തു. അതങ്ങ് എങ്ങനെയോ സംഭവിക്കുകയാണ് ആ സിനിമ അപ്പോഴത്തേക്കും. കാരണം പെട്ടെന്ന് ഒരു ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ. പക്ഷെ അത് നടന്നു. അതങ്ങനെ ഓരോ ദിവസവും സ്ട്രഗിളായിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുക. കാരണം ഈ പ്രൊഡ്യൂസർ അതിൻ്റെ ഇടയിൽ കൂടെ അയാളുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറുണ്ട്. അയാളുടെ പൈസ അയാൾ ഇട്ടിട്ട് പോയ സാധനമാണ് ഇത് ഏറ്റെടുക്കുന്നത്. പക്ഷെ ആ സിനിമയുടെ കഥ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള മൂമെന്റ്സ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ അത് ഷൂട്ട് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആ സിനിമ പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യാനുള്ള സമയം തന്നില്ല. അതിനിടയ്ക്ക് അതിൻ്റെ മേൽ കേസ് ഉണ്ടായി. നമുക്കറിയാൻ മേലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. പഴയ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രഷറൊക്കെ വെച്ചിട്ട് അതിൻ്റെ റിലീസ് തടഞ്ഞു. അതിന് സ്റ്റേറ്റ് അവാർഡിന് പോലും അയക്കാൻ പറ്റാത്ത രീതിയിൽ മണിക്കൊക്കെ ഒരു അവാർഡ് കിട്ടാവുന്ന സ്കോപ്പുള്ളൊരു സിനിമയായിരുന്നു. അതിനൊക്കെ കൊണ്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായി. അതങ്ങനെ വലിയ സ്ട്രഗിള് സിയാദിനുണ്ടായി ആ സിനിമ കൊണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഒരു 4 വർഷത്തിന് ശേഷമാണ് അത് റിലീസ് ചെയ്യാൻ കഴിഞ്ഞത്. ആ കാലതാമസം തീർച്ചയായിട്ടും തിയേറ്ററിൽ അതിനെ ബാധിക്കുമല്ലോ. അതിൻ്റെ ഒരു കണ്ടംപററി ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ നമ്മൾ അത്രയും കാലം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രഷ്നെസ് പോകുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ഉള്ളൊരു സിനിമയാണ്. മണിയെ സംബന്ധിച്ചിടത്തോളം മണിയുടെ അത്രമാത്രം മണി ചെയ്യുന്ന പല സിനിമകളും കുറെ ഫൺ ഓറിയൻറ്റഡ് ആണ്, തമാശയും ആക്ഷനും ഒക്കെയുള്ള. പക്ഷെ ഇത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെ മണി ഹോൾഡ് ചെയ്തത് ഈ സിനിമയിലാണ്. കാരണം ആ ക്യാരക്ടറിനൊരു അതിൻ്റേതായിട്ടുള്ളൊരു ഡെപ്ത് ഉണ്ട്, ഒരു ഇമോഷണൽ കണ്ടന്റ് ഉണ്ട് ആ ക്യാരക്ടറിന്. ലളിത ചേച്ചിയും അതിഗംഭീരമായിട്ട് മണിയുടെ അമ്മയായിട്ടാണ്. എനിക്ക് തന്നെ ആ സിനിമയിലെ പല സീനുകളും ഭയങ്കര ചെയ്യാനായിട്ട് നമ്മളെ റൈറ്റിങ്ങിൻ്റെ ഒരു കരുത്തുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അത് മണി ജയിലിൽ നിന്ന് വരുന്ന ഒരു സീനുണ്ട്. മണിയെ ഈ കടക്കണിയിൽപ്പെട്ടിട്ട് കേസിലായി ജയിലിലായിപ്പോയി തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരു സീനുണ്ട്. അവിടെ ഈ അമ്മയും മകനും തമ്മിലുള്ളൊരു തിരിച്ചവരവനെ അമ്മ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അവരുടെയും സങ്കടങ്ങളായി. അതൊക്കെ ഗംഭീരമായ എഴുതിയ സിനിമയാണ്. എനിക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യാനും പറ്റിയ സിനിമ. ഇയാൾക്ക് 2 സഹോദരിമാരുണ്ട്, അവരുടെ കഷ്ടപ്പാടുകൾ, അങ്ങനെ ഒരു വളരെ സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിന് നമ്മൾ കേരളത്തിൽ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് കടക്കണിയിൽപ്പെട്ട ആൾക്കാർ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ ആ സിനിമയിലൂടെ അഡ്രസ്സ് ചെയ്തത്. അതിനകത്ത് തിലകൻ ചേട്ടൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ഇയാളുടെ ജീവിതത്തിലേക്ക് ഒരു ദൈവത്തെ പോലെ വരികയും ഒക്കെ ചെയ്യുന്നൊരു കഥാപാത്രമുണ്ട്. എന്നാൽ അതിനകത്ത് ഒരുപാട് ഹ്യൂമറും ഉണ്ട്. ഈ കടബാധിതകളിൽ പെട്ടിട്ടുള്ള ഉരുണ്ടുകളുണ്ടല്ലോ. അതിനകത്ത് സെന്തിൽ എന്ന് പറയുന്ന തമിഴ് നടനുണ്ട്. അയാള് ഒരു തമിഴ് അണ്ണാച്ചി പലിശ പിരിക്കാൻ വരുന്ന അങ്ങനെ ഉണ്ടല്ലോ. ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ പലിശയ്ക്ക് കൊടുത്തിട്ട് ഈ ഒരു മഞ്ഞ കായസഞ്ചിയായിട്ട് വന്ന് കച്ചവടം നടത്തി പലിശ കൊടുത്ത് പലിശ പിരിക്കാൻ വരിക, പിന്നെ അവരുടെ ചീത്ത വിളി കേൾക്കുക, അങ്ങനത്തെ ഉണ്ടല്ലോ. അത്തരം ഈ കണ്ണീരെല്ലാം ചിരി വരുത്താൻ റസാഖിന് എപ്പോഴും കഴിയും എഴുത്തിൽ. ആ രീതിയിൽ അതുകൊണ്ടാണ് ഈ ആയിരങ്ങൾ ഇവിടെ ഇത്ര കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യയായി പോകുന്ന 1000-ൽ ഒരാളുടെ കഥയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണ് പേരിലേക്ക് വരുന്നത്. അതിനകത്ത് പാട്ടുകളും നല്ല പാട്ടുകളായിരുന്നു. മോഹൻ സിത്താരയാണ് അതിൻ്റെ കമ്പോസ് ചെയ്തത്. പാട്ടുകൾ എല്ലാം ഒന്നിനൊന്ന് മികച്ച പാട്ടുകളുമായിരുന്നു. അതൊക്കെ ആ ഇമോഷണൽ കണ്ടന്റ് അല്ലെങ്കിൽ ആ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ഒരു
ഏരിയയിലൂടെ പാട്ടുകൾ ഉണ്ടാകുമ്പോൾ എനിക്കത് ചെയ്യാനും കുറച്ച് താല്പര്യം കൂടുതലാവും. ഞാനത് പരമാവധി നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ പടത്തിലെ പാട്ടുകൾ ആ രീതിയിൽ എനിക്ക്. പിന്നെ ഇതിനകത്ത് നായികയായിട്ട് അഭിനയിച്ചത് സുജിത എന്ന് പറയുന്ന അഭിനേത്രിയാണ്. അവര് പണ്ട് ഫാസിലിൻ്റെ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന് പറയുന്ന സിനിമയിലെ കൊച്ചുകുട്ടിയായിരുന്നു. ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതൊക്കെയാണ് ആ സിനിമയുടെ കഥ. അപ്പോൾ ആ കുട്ടി വളർന്നു വന്നിട്ട് ആദ്യമായിട്ടൊരു നായിക വേഷം ചെയ്യുന്നത് ഇതിലാണ്. സുജിതനെയും സുജിതയുടെ അമ്മേനെയൊക്കെ എനിക്ക് വളരെ മുമ്പേ അറിയാം. സുജിതയുടെ ജ്യേഷ്ഠനായിട്ട് മാസ്റ്റർ സുരേഷ് എന്ന് പറഞ്ഞു. സുരേഷ് പടയോട്ടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു കുട്ടിയായിട്ട്. അതിനകത്ത് പെൺകുട്ടിയായിട്ടാണ് സുരേഷ് അഭിനയിച്ചിരിക്കുന്നത്, പടയോട്ടത്തിൽ ഒരു കുഞ്ഞുകുട്ടിയായിട്ട്. അപ്പം അന്ന് തൊട്ട് സുരേഷിനെയും സുരേഷിൻ്റെ അമ്മേനെയും അങ്ങനെ അവർ മക്കളെ ഇങ്ങനെ അഭിനയിപ്പിച്ച് അതിൻ്റെ പുറകെ നടക്കുന്നൊരു അമ്മയാണ്. സുജിത ഒന്നും ഉണ്ടായിട്ടില്ല, പടയോട്ടത്തിനൊന്നും സുജിത ഉണ്ടായിട്ടില്ല. സുജിത ഉണ്ടായി 3 വയസ്സുള്ളപ്പോഴാണ് ഫാസിലിൻ്റെ കൂടെ പൂവിന് പുതിയ പൂന്തലിൽ അഭിനയിക്കുന്നത്. അതിനകത്ത് ഊമയായിട്ടുള്ളൊരു കുട്ടിയാണല്ലോ. നായികയായിട്ട് വരുന്ന എൻ്റെ നല്ല കഴിവുള്ളൊരു അഭിനേത്രിയാണ് അവര്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവര്. അപ്പൊ അത് പിന്നെ ഷമ്മി തിലകന്റെ ഒരു നെഗറ്റീവ് ക്യാരക്ടറുണ്ട്, അതും അയാൾ ഷമ്മിയുടെ നല്ലൊരു പെർഫോമൻസ് ആണ് അത്. അപ്പൊ ഈ നല്ല ശരിക്കും അത് ആ പ്രോപ്പറായിട്ടുള്ള സമയത്ത് റിലീസ് ചെയ്തിരുന്നെങ്കിൽ അത് വലിയ രീതിയിൽ ഒരു ഇമോഷണലി നമ്മളെ കരയുന്നു. ഇപ്പൊ ആകാശദൂത് എന്നൊക്കെ പറയുന്ന സിനിമ പോലെ നമ്മളെ കരയിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും അതൊരു. എൻ്റെ സിനിമകളിൽ കൂടെ ഞാനിങ്ങനെ ആൾക്കാരെ കരയിപ്പിക്കുന്ന ഒരു ദുഷ്ടനാണെന്നുള്ളൊരു പേരുണ്ടല്ലോ, അതിനോട് ചേർന്ന് നിൽക്കാൻ ആ സമയത്ത് അത് ഇറക്കിയിരുന്നെങ്കിൽ അതിന് ആ ഒരു റിസൾട്ട് ചിലപ്പോൾ ഉണ്ടായിരുന്നു. ഇരുന്ന് ഇങ്ങനെ നീണ്ടുപോയി കേസും അതിൻ്റെ പുറകിലൊക്കെ പോയി പെട്ടുപോയതാണ്. ഈ സിനിമയുടെ ഒരു റിലീസൊക്കെ നീണ്ടുപോവുകയും ഈ ആദ്യത്തുണ്ടായിരുന്ന നിർമ്മാതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ചില കോടതി വ്യവഹാരങ്ങളിലൊക്കെ പെട്ടിട്ട് ആ റിലീസ് നീണ്ടുപോയി. ഈ സിനിമ കംപ്ലീറ്റ് ചെയ്ത് സെൻസർ ചെയ്ത വർഷം തന്നെ ഇത് നമുക്ക് അവാർഡുകൾക്കൊക്കെ അയക്കേണ്ടതാണ്. അതിനും തടസ്സങ്ങൾ കോടതി മുഖേന ഉണ്ടായി. എങ്കിൽ പോലും സംസ്ഥാന അവാർഡിന് ഈ സിനിമ വിടാനുള്ളൊരു കോടതിയുടെ ഉത്തരവ് നേടിക്കൊണ്ട് സംസ്ഥാന അവാർഡിന് വിടുകയുണ്ടായി. അതുകൊണ്ട് റസാക്കിന് ആ വർഷത്തെ മികച്ച കഥയ്ക്കുള്ള അവാർഡ് കിട്ടുകയുണ്ടായി. പക്ഷേ ദേശീയ അവാർഡിനോ അല്ലെങ്കിൽ ഇന്ത്യൻ പനോരമയിലേക്കോ ഒന്നും ഈ സിനിമ അയക്കാനുള്ളൊരു സാഹചര്യം നിയമപരമായിട്ട് നമുക്ക് കിട്ടിയില്ല. അങ്ങനൊരു തടസ്സം കോടതിയുടെ ഭാഗത്തു നിന്ന് നീക്കം ചെയ്ത് കിട്ടാനുള്ളൊരു ശ്രമങ്ങൾ നടത്തിയെങ്കിൽ അത് സാധ്യമായില്ല. ഒരുപക്ഷെ ഒരു സാമൂഹ്യ പ്രസക്തിയെ മുൻനിർത്തിയുള്ള സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു നർഗീസ് ദത്ത് അവാർഡുണ്ട്. എനിക്ക് എൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് അത് തന്നെയാണ്, ബെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ആ സിനിമയിൽ പറഞ്ഞതിനേക്കാളും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സോഷ്യൽ ഇഷ്യൂവിനെയാണ് ഈ സിനിമയിൽ നമ്മൾ പറയുന്നത്. ദൂരെ ഒരു കൂട് കിട്ടാമെന്നാണ് എനിക്ക് ആദ്യത്തെ ആ തരത്തിലുള്ള അവാർഡ് കിട്ടുന്നത്. അത് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ചൊക്കെയുള്ള കഥയായിരുന്നു അത്. പക്ഷെ അതല്ല, ഇത് നിത്യജീവിതത്തിൽ ഓരോ മനുഷ്യരും കടന്നു പോകുന്ന കടക്കണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഈ നാട്ടിൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ള ഒരു വലിയ സോഷ്യൽ ഇഷ്യൂവിനെയാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു ദേശീയ അവാർഡൊക്കെ കിട്ടേണ്ടിയിരുന്ന ഒരു സിനിമയാണ് ഇത്തരത്തിൽ നിഷേധിക്കപ്പെട്ടു പോയത്. ഇന്ത്യൻ പനോരമയ്ക്ക് അയക്കാനുള്ള ഒരു സാഹചര്യം കോടതിയുടെ ഭാഗത്ത് നമുക്ക് അനുവദിച്ച് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില സങ്കടങ്ങൾ ഈ സിനിമയെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ സിനിമകളുടെ കൂട്ടത്തിൽ 1000 ഉണ്ട്. എന്തായാലും സിയാദ് സാറിന്റെ ഒരു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശൂന്യതയിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ കൈപിടിച്ച് ഉയർത്തി നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറിനുപരി ഏറ്റവും നല്ലൊരു സുഹൃത്തിന്റെ ആ ഒരു കൈപ്പിടി അത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളുടെ പ്രതിസന്ധികളിലൊക്കെ അറിഞ്ഞ് വന്ന് കൂടെ നിൽക്കുന്നയാളാണ് എപ്പോഴും സിയാദ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ഒരു പ്രൊഡ്യൂസർ സിയാദാണ്. വേറെ ആർക്കും ഞാൻ 2 പടം ചെയ്ത പ്രൊഡ്യൂസർ, മോഹൻലാലിന് വേണ്ടി ഞാൻ 3 പടം ചെയ്തു, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. കിരീട ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഞാൻ 2-3 പടങ്ങൾ ചെയ്തു, 3 പടം മറ്റേ ചെയ്തു. 5 പടം ചെയ്ത ഒരു പ്രൊഡ്യൂസറും ഇല്ല എൻ്റെ കൂടെ, അത് സിയാദ് മാത്രമേ ഉള്ളൂ. അതാ പരസ്പരമുള്ള ഞങ്ങൾക്ക് അറിയാം. ഞാൻ പറയുന്നതിന് മുമ്പ് സിയാദിന് എന്നെ അറിയാം. അല്ലെങ്കിൽ ഒരു കഥ സിയാദിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സിയാദിൻ്റെ അടുത്ത് ഒരു കഥ നമ്മൾ പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടസ്റ്റ് കാര്യങ്ങൾ അവർ ഓർത്തിരിക്കും. എടോ അതിനകത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല, അന്ന് പറഞ്ഞു അത് കണ്ടില്ലല്ലോ എന്നൊക്കെ പറയും. അത്രമാത്രം സിനിമയെ പാഷനോടെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്.
സിനിമ ഇഷ്ടപ്പെട്ടിട്ട് സിനിമ ചെയ്യാൻ വന്ന ആളല്ല, അത് കാശുണ്ടാക്കാൻ വേണ്ടി സിനിമ ഉണ്ടാക്കാൻ വന്ന ആളല്ല. വളരെ സമ്പന്നതയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു ഹോബിയായിട്ട് സിനിമയോട് ഇഷ്ടം കൊണ്ട് ഇറങ്ങിയ ആളാണ്. അപ്പോൾ സിനിമയുടെ പുറകെ സഞ്ചരിക്കുക മാത്രമേ സിയാദ് ഈ കഴിഞ്ഞ 40 വർഷങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ ലാഭങ്ങളുണ്ടാകാം, നഷ്ടങ്ങളുണ്ടാകാം, എല്ലാം ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഇഷ്ടപ്പെടുന്നൊരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടാവുമല്ലോ, അത് സിയാദ് തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ടാവും. എന്നാലും ഈ സിനിമയിലെ മണിച്ചേട്ടൻ ഹാസ്യവും അതുപോലെ ഇമോഷണൽ രംഗങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. ഓൾറെഡി പ്രൂവൺ ചെയ്തതാണ് അദ്ദേഹത്തിന് എല്ലാം കഴിയുമെന്നത്. പക്ഷെ ആസ് എ ഡയറക്ടർ എന്ന രീതിയിൽ സർ ഏത് രീതിയിലൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? അല്ല, മണിക്ക് വഴങ്ങുന്നത് തമാശകളാണല്ലോ. പെട്ടെന്ന് ലൗഡായിട്ടുള്ള ഹ്യൂമറാണ് മണി ചെയ്യാറുള്ളത്. ഇമോഷൻ ചെയ്യുമ്പോൾ പോലും മണിയെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ മണി ലൗഡായി പോകും. കാരണം മണി അങ്ങനെയുള്ളൂ, എല്ലാം വളരെ ഉച്ചത്തിൽ സംസാരിക്കുക, ഉച്ചത്തിൽ പാടുക, എല്ലാത്തിനും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവർക്കെല്ലാം ഉണ്ട്. ആ ഒരു ലൗഡ്നെസ് ഉണ്ട്, പെർഫോമൻസിലുണ്ട്, ശബ്ദത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യണം നമ്മളെ. അതുകൊണ്ട് മണിയെ കുറച്ച് എനിക്ക് വഴക്കി കൊണ്ടുവരാൻ പറ്റും, മണിയുടെ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷെ മണി അതിൽ നിന്ന് തരും. മണിക്കറിയാം നമ്മളെ മോൾഡ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നതെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മണി വഴങ്ങി തരും ശരിക്കും. അപ്പം അങ്ങനെ മണിയുടെ അതിഗംഭീര പെർഫോമൻസ് ആണത് മണിയുടെ. അത് തിയേറ്ററുകളിൽ ആൾക്കാർ കാണാതെ പോയ, അത്രയധികം ഓഡിയൻസിലേക്ക് അത് എത്താതെ പോയതാണ് ഒരുപക്ഷെ മണിയുടെ അഭിനയവും അല്ലെങ്കിൽ ആ സിനിമ തന്നെയും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയത്. പക്ഷെ അതിൻ്റെ പുറകിൽ ഇത്രമാത്രം എഫേർട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ സ്ട്രെയിനും പ്രഷറും സങ്കടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ആ സിനിമയുടെ പുറകിൽ. ഇപ്പം ലളിത ചേച്ചിന്റെ ക്യാരക്ടർ ആണെങ്കിലും അമ്മയും അമ്മായിയമ്മയും രണ്ടും ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയായിരുന്നു അതിന്റെ? ലളിത ചേച്ചി പിന്നെ നമുക്കറിയാമല്ലോ, നമുക്ക് ലളിത ചേച്ചി ഒന്നും പറയേണ്ട കാര്യമില്ല. അത് ലളിത ചേച്ചി ഗംഭീരമായിട്ട് ചെയ്യുന്ന എന്ത് കൊടുത്താലും നമുക്ക് ലളിത ചേച്ചി എടുത്ത് പോയിട്ട് അതിൻ്റെ വിശദീകരണമൊന്നും വേണ്ട. ചേച്ചി എന്താണെന്ന് ഒരു ബേസിക് ഐഡിയ കൊടുത്താൽ പിന്നെ ചേച്ചി അതിന് എടുത്തോളൂ. നമ്മുടെ ഹരീഷ് പേരടി ആദ്യമായിട്ട് ഈ സിനിമയിലാണ് അഭിനയിക്കുന്നത്. അയാളുടെ ഫസ്റ്റ് മൂവിയാണത്. ചെറിയൊരു വേഷം, ഓട്ടോറിക്ഷക്കാരൻ്റെ, അയാളുടെ അതെ ഒരു ഓട്ടോറിക്ഷക്കാരൻ. അയാളുടെ ഓട്ടോറിക്ഷയുടെ പേര് തന്നെ എന്തോ തമാശയുള്ളൂ, ദാരിദ്ര്യമൊന്നും അങ്ങനെയൊന്നാണ്, അങ്ങനെ എന്തൊരു പേരാണ്. ഒരു വേഷങ്ങളക്കാരൻ, സാധാരണക്കാരൻ, വെറും എന്താ ഡൗൺ ടു എർത്ത് ക്യാരക്ടേഴ്സ് അതെല്ലാം. ആ സമയത്ത് ഈ ലൈക്ക് കുടുംബത്തിലെ വല്യേട്ടന്മാരുടെ കുറച്ച് മൂവീസിന്റെ അതിന്റെ ഒരു പ്രതിനിധാനം തന്നെയാണ്. അതെ, അതിന്റെ കുറച്ചും കൂടെ വലിയ ആഢ്യത്വമുള്ള തറവാട്ടിലെ വലിയേട്ടനല്ല, വെറും ദരിദ്രനായ സാധാരണക്കാരനായ ഒരു അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. ലാസ്റ്റ് സീൻ ഉണ്ടായിരുന്നു, ആ ഒരു ചോറ് വാരി കൊടുക്കുന്ന സീൻ ഉണ്ടല്ലോ, അതില് നമ്മൾ ലാസ്റ്റ് മൊമെന്റ് വരെ തിലകചേട്ടനെ പ്രതീക്ഷിക്കും, എന്നിട്ടും വരുന്നില്ല. ആ ഒരു മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുകയാണ്. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് ആണ് സത്യം പറഞ്ഞാൽ എൻട്രി ചെയ്യുന്നത്, തിലകചേട്ടന്റെ ആ എൻട്രി. അപ്പൊ ശരിക്കും ആൾക്കാരെ ഇങ്ങനെ ഭീതിപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു വേർഷൻ തന്നെയായിരുന്നു, ആ ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു അതിൽ ഉപയോഗിച്ചത്. അല്ല, അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ മുകളിൽ നമുക്കത് വിഷ്വലി കൂടെ കൊടുക്കാൻ പറ്റിയാൽ അത് വർക്കാവും. നമ്മളെ ആ ആകാംക്ഷ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോയാൽ പിന്നീട് ഉണ്ടാകുന്ന ഒരു റിലീഫിന് ഭയങ്കര ആശ്വാസം ഉണ്ടാവും അല്ലെ. സ്ട്രെയിൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ മധുരം ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് ഷോട്ടില് ഈ തിലകൻ ചേട്ടന്റെ കാറ് പോകുമ്പം ഒരു ലൈറ്റ് ഇവരുടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് അടിക്കുന്ന ഒരു സീൻ ഉണ്ട്. അത് ശരിക്കും ഒരു സിംബോളിക് ആയിരുന്നു, അവരുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് നല്ലതാണ്. അത് നമ്മള് ചെയ്തു വെച്ചിട്ട് അത് പറയേണ്ട കാര്യമില്ല, അത് ഓരോരുത്തർ കാണുന്നവരുടെ വ്യാഖ്യാനങ്ങളാണ്. പ്രേക്ഷകരുടെ കൈകളിലേക്ക് അത് കൊടുക്കുകയാണല്ലേ. ഓക്കെ, എന്തായാലും ഈ സിനിമയിൽ തന്നെ സാറിനിപ്പോ ഇഷ്ടപ്പെട്ട മറ്റൊരു സീനോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ആ സീൻ തന്നെയാണ്. ഞാൻ ജയിലിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആദ്യമായിട്ടാണ് എന്തിനു വേണ്ടിയാണ് ജയിലിൽ കുറ്റം ചെയ്ത് ആൾക്കാരെ കൊന്നിട്ടോ ഒന്നും പോകുന്നില്ല, നിവൃത്തികേട് കൊണ്ട് കടം വാങ്ങിയതിന്റെ പേരിൽ ജയിലിൽ പോകുന്ന ഒരാളുടെ ഗതികേടാണ്. അതിൽ നിന്നുണ്ടാകുന്ന സങ്കടം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് അമ്മയ്ക്കും അറിയാം. ആ സീൻ എനിക്കിപ്പോഴും കാണുമ്പോൾ എനിക്ക് കണ്ണു നിറയും.
ഞാൻ ആ സീൻ ഷൂട്ട് ചെയ്തേക്കുന്ന ഇയാളുടെ ഒരു നിഴലിൽ നിന്ന് ആ സീൻ തുടങ്ങുന്നത്. ഓർമ്മ ഉണ്ടെങ്കിൽ കാണാം. ഇയാളുടെ നടന്നു ആദ്യം ഒരു ഷാഡോയാണ് കയറി വരുന്നത്. ഇത് കത്തുന്ന വെയിലിലാണ് അയാൾ ഇപ്പോഴും എന്നുള്ളതാണ്. ദുരിതങ്ങളുടെ ഒരു വെയിലിന്റെ നടുവിലാണ് നിൽക്കുന്നത്. അതൊക്കെ നിങ്ങൾ ഈ മറ്റേ ലൈറ്റ് പോലെ വ്യാഖ്യാനിക്കാം. നമ്മൾ ചെയ്തു നോക്കത്തുള്ളൂ. പിന്നെ നമ്മളത് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ പിന്നെ കാര്യമില്ല. ഇതാ അത് ഉദ്ദേശിക്കുന്നതെന്ന് പറയണ്ട. അത് അവരിൽ കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ല കിട്ടിയ ശേഷം നമ്മളത് നമുക്കൊരു ഓരോ ഷോട്ടിനും ഓരോ പർപ്പസ് ഉണ്ട് നമ്മളത് ചെയ്യുമ്പോൾ. പ്രേക്ഷകരെ ഏറ്റെടുത്താൽ കണ്ടാൽ കണ്ടു, കണ്ടില്ലേ കണ്ടില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ ഷോട്ടിനും നമുക്കൊരു പർപ്പസ് ഉണ്ട്. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നതിന് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു റീഡിംഗ് ഉണ്ട്, ഒരു വ്യാഖ്യാനമുണ്ട്. എഴുത്തിന്റെ മുകളിൽ ഞാനൊരു വ്യാഖ്യാനം കൊടുക്കാറുണ്ട്. ആ വ്യാഖ്യാനം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും എഴുത്തിന്റെ മുകളിലേക്ക് കയറി സിനിമ നിൽക്കാൻ കഴിയുന്നത്. അല്ലാതെ എഴുത്തിയെ വെച്ചത് മാത്രം ചിത്രീകരിക്കാനായിട്ട് ആർക്കും ചെയ്യാം അല്ലേ? ഒരു ക്യാമറാമാൻ മാത്രം വിചാരിച്ചാലും എഴുതി വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്താൽ മതി എന്നുള്ളത്. അതിന് മുകളിലേക്ക് നമുക്ക് കയറി ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ഒരു പുതിയ വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവരും. എഴുത്തുകാരൻ കണ്ടതിനും അപ്പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിയണം. ഓക്കെ. അപ്പൊ എന്തായാലും ഈ സിനിമയുടെ ആശയം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു വല്യേട്ടന്റെ ഒരുപാട് കഷ്ടപ്പാടുകള്, അതുപോലെ തന്നെ ഇപ്പം ഡൗറി പറയുന്നുണ്ട്, ഈ കടക്കിണി പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ആശയങ്ങൾ കൂടെ അന്നത്തെ കാലത്തല്ല ഇപ്പോഴും ഉണ്ട്. പ്രിവെയിലിംഗ് ആയിരുന്ന ഒരുപാട് സോഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ച്, ഇവിടുത്തെ തെറ്റായ നമ്മുടെ ഒരു രീതികളുണ്ടല്ലോ ഈ സമൂഹത്തിൽ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉണ്ടായ, അതെ, അതൊക്കെ എത്രയോ ജീവിതങ്ങളെ, എത്രയോ കുടുംബങ്ങളെ മരണത്തിലേക്കും ഒക്കെ തള്ളിവിട്ടിട്ടുണ്ട്. ആത്മഹത്യ സംഭവിക്കുന്നുണ്ട്, വിവാഹത്തിന് സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള ആത്മഹത്യകൾ, കടക്കണിയിലിട്ടുള്ള ആത്മഹത്യകൾ ഒക്കെ സംഭവിക്കുന്നില്ല. എന്നിട്ട് ഇപ്പോഴും അതിന് മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ കാലം അവഗണിച്ചൊരു സിനിമ തന്നെയായിരുന്നു ഇതും. അതെ, അത് ശരിക്കും വളരെ കണ്ടംപററിയാണ്. എപ്പോഴും ഏത് കാലത്തും കണ്ടംപററിയാണ്. പക്ഷെ അത് ഒരുപാട് കാലം അത് ആ സിനിമയുടെ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുന്നു എന്നുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ അത് തിയേറ്ററിൽ വന്നാലേ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുള്ളൂ. അതിനുശേഷം ആ സിനിമയുടെ ഒരു കാലപ്പഴക്കം ഉണ്ടാവുമല്ലോ, അത് അതിനെ ബാധിക്കും. എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക. തീർച്ചയായും. എന്തായാലും സമൂഹത്തിലെ ഒരുപാട് അനീതികളെ പുറത്തേക്ക് തുറന്നു കാട്ടിയ ഒരു സിനിമ കൂടിയാണ് 1000-ൽ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാലം അവഗണിച്ച ഒരു സിനിമ കൂടിയാണ്. താങ്ക് യു സർ. താങ്ക് യു.